കേരളം ഉറ്റുനോക്കുന്ന 140 മണ്ഡലങ്ങളിൽ ഇന്ന് ഒന്നാം സ്ഥാനത്താണ് കണ്ണൂരിലെ പേരാവൂർ മണ്ഡലം. KPCC അധ്യക്ഷനെ തളയ്ക്കാൻ മുൻ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ പേരാവൂരിലെത്തിയതോടെ പോരാട്ടം പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞു. പേരാവൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക്. പേരാവൂരിൽ ഇത്തവണ ഇരുമുന്നണികൾക്കും ഇത് അഭിമാന പോരാട്ടമാണ്. ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും വമ്പൻ ഭൂരിപക്ഷങ്ങളുടെ ചരിത്രമൊന്നും മണ്ഡലത്തിൽ UDFന് അവകാശപ്പെടാനില്ല. 2011 KK ശൈലജയെ പരാജയപ്പെടുത്തി സണ്ണി ജോസഫ് നേടിയ ഭൂരിപക്ഷം 3440 വോട്ടുകൾ. 2016 ഇത് 7989 ഉയർത്തി. 2021 ഇടത് തരംഗത്തിനിടയിലും സണ്ണി ജോസഫ് ജയിച്ചു കയറിയത് 3172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും നിലവിൽ UDFനൊപ്പമാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് സണ്ണി ജോസഫ് ക്യാമ്പ്. 1970 ശേഷം 3 തവണ മാത്രമാണ് LDFന് ഇവിടെ വിജയിക്കാനായത്. അതിൽ ഒന്ന് 2006 KK ശൈലജയുടെ വിജയമായിരുന്നു. മട്ടന്നൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷവും കോവിഡ് കാലത്തെ മികച്ച പ്രവർത്തനങ്ങളും മുൻനിർത്തി ശൈലജ ടീച്ചർ വീണ്ടും പേരാവൂരിലെത്തുമ്പോൾ അട്ടിമറി വിജയമാണ് ഇടതുപക്ഷം സ്വപ്നം കാണുന്നത്. മുൻ ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള ടീച്ചറുടെ വ്യക്തിപ്രഭാവം UDFന്റെ ഉറച്ച വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. അതേസമയം മണ്ഡലത്തിലെ വ്യക്തിപരമായ ബന്ധങ്ങളും മലയോര കർഷകർക്കിടയിലുള്ള സ്വാധീനവുമാണ് UDFന്റെ പ്രധാന കരുത്ത്. ക്രൈസ്തവ വോട്ടുകളും കർഷകരുടെ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ ഇത്തവണ സീറ്റ് നൽകിയിരിക്കുന്നത് BDJSനാണ്. പൈലി വാത്തിയാട്ടാണ് NDA സ്ഥാനാർത്ഥിയെ രംഗത്തുള്ളത്. ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന പോരാട്ടമായി പേരാവൂരിലെ മത്സരഫലം മാറുമെന്ന് ഉറപ്പാണ്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.